ഇപ്പോൾ വിജയ് ബാബുവിനെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗ്, ഫിലിമിലെ ഡയലോഗ് കോളർ ട്യൂണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് ഡയലോഗ് ആയിരിക്കും ചൂസ് ചെയ്യുക? ഡയലോഗല്ല, ഞാൻ ഷർബത് ഷമീറിൻ്റെ പാട്ടേ ഇടുള്ളൂ. അതാണ് എനിക്ക് ആ ക്യാരക്ടർ ഒരിക്കലും ഞാനല്ല. ഇപ്പം സൂര്യ ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാനേ അല്ല ആ ക്യാരക്ടർ. അപ്പോൾ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. ചെറിയ പിള്ളേരടക്കം ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സർബത് ഷമീർ. അത് ഇച്ചിരി ലൗഡാണല്ലോ, ഒരുപാട് കടകൾക്കൊക്കെ പിന്നീട് പേര് വന്നു സർബത് ഷമീർ. അതെ, ഞാൻ അത്ര ലൗഡായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. ഇപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. അതിൽ അപ്പോൾ ആ ക്യാരക്ടറിനെ എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ എനിക്കത് ചെയ്ത് കഴിഞ്ഞിട്ടും പേടിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആ ക്യാരക്ടർ അഭിനയിക്കുന്ന തൊട്ട് മുമ്പാണ് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമയിൽ ബില്ലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തു. അപ്പോൾ അത് ഡബിൾ ബാരൽ വേറൊരു കൈൻഡ് ഓഫ് ഫിലിം ആയിരുന്നു. അതെ, അപ്പോൾ അതിൽ ബില്ലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ആടിലേക്ക് വരുന്നത്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഷർബത് ഷമീർ, അപ്പോൾ ആ ഡബിൾ ബാരലിലെ ക്യാരക്ടർ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം മുടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബില്ലിപ്പൂച്ച, അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം ഈ ഫ്രണ്ട് പാർട്ട് എടുത്തു കളഞ്ഞിട്ട് ആണ് വിഗ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ മുടിയില്ലാതെയാണ് ഞാൻ ആടിലേക്ക് വന്നത്. അപ്പം എന്നെ ഇങ്ങനെ ഇതെന്ത് അങ്ങനെയാണ് ആ ഒരു പാച്ച് വെക്കുന്നത്. ആ സൽമാൻ ഖാൻ്റെ ഒരു പാച്ച് വെച്ചിട്ടാണ് ആ സാധനം അഭിനയിച്ചത്. പക്ഷേ ആ സാധനവും അതിനകത്ത് വർക്കായി. അപ്പോൾ അതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴും എനിക്ക് പേടി. പക്ഷെ പതുക്കെ നമ്മളല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇപ്പം അത് എനിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ആ ക്യാരക്ടർ കോമഡി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കോമഡിയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞു ഇത്രയും ലൗഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനകത്ത് പാളാൻ ഭയങ്കര ഒരു എസ്റ്റാബ്ലിഷ് വലിയ ആക്ടേഴ്സിനൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാളാൻ ഭയങ്കര എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പല പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആസ് എ പ്രൊഡ്യൂസർ, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പെട്ടെന്നായിരിക്കും പോയിട്ടിരുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോയി അത് വരുന്നു. പിന്നെ അത് ഓക്കെ വർക്കായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഈ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ എപ്പോഴും ഒരു ജേണി വിട്ട് അവസാനിക്കുമ്പോൾ ഒരു ലെഗസി എന്ന് പറയുന്നൊരു സാധനം അവിടെ വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പം അതൊരു ഹെഡ്ലൈൻ മാറ്റർ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ വിജയ് ബാബു ഇപ്പം ഞാനൊരു സിനിമ പ്രൊഡ്യൂസറും ആക്ടറുമാണ്, അല്ലേ? നാളെ ചിലപ്പം എനിക്കത് ബോറടിച്ചാൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തേക്കാം. അപ്പോൾ അന്നന്ന് നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ടെലിവിഷനിലായിരുന്നു. ടെലിവിഷനിൽ ഞാൻ എൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ആരും ചെയ്യാൻ പറ്റാതിരുന്ന ആ ഏജിൽ, അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റാതിരുന്ന പൊസിഷനുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അറ്റ് ദ ഷോർട്ടസ്റ്റ് ടൈം ഐ ഹാവ് ഡൺ തിങ്സ് വിച്ച് എൻ്റെ ഏജിലുള്ള അല്ലെങ്കിൽ എൻ്റെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മൾ അതിലൊരു മാർക്ക് ഉണ്ടാക്കുക. ഇപ്പം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏക പ്രൊഡക്ഷൻ ഹൗസ്, ഇന്ത്യയിലോ വേൾഡിലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. ഇങ്ങനത്തെ ഉള്ള സിനിമകൾ ഇപ്പം നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ് അവാർഡിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ സിനിമകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കണ്ടൻറ് സിനിമകൾ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ അപ്പോൾ നമ്മളൊരു ലെഗസി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ കൂടുതൽ നല്ല സിനിമകൾ ഇനിയും ചെയ്യുക, ഇനിയും കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവരിക, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിനിമ കൊണ്ടുവരിക, നല്ല ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊണ്ടുവരിക. അത് നമ്മൾ ആ പോയിന്റിലെത്തി നമ്മൾ ഇനി ഇതിനകത്തൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഇപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഒരു ബ്ലോക്ക് വരില്ല. അപ്പോഴാണ് ടെലിവിഷൻ വിടുന്നത്. അപ്പം നമ്മൾ ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലേ? ഒരു കൃഷിയൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ കർഷക സ്ത്രീ ആവണം, സക്സസ്ഫുൾ ആവണം. അതിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും നല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൃഷി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കർഷക സ്ത്രീ ആവണം. ആലോചനയുണ്ട്. കൃഷി ചെയ്യാൻ സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആരോടും പറയേണ്ട പോവാണോ? അല്ലല്ലല്ല, എവിടെയും പോവില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ആസ് ഓഫ് നൗ ഐ ഹാവ് ലോട്ട്സ് ടു ഡു എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് മിസ്സായി. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.
അത് പേഴ്സണലി ചില വാശികൾ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ അച്ചീവ് ചെയ്യണം എന്ന് ഉള്ള വാശിയിലാണ്. അത് അച്ചീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പീക്കിൽ നിൽക്കുമ്പോൾ അത് ലീവ് ചെയ്യണം. നമ്മൾ ആ ഒരു അല്ലാതെ ഇങ്ങനെ ലൈക്ക് ഏറ്റവും ലോയിൽ പോയി സാച്ചുറേഷനായി പോകണമെന്നില്ല. ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയോട് ഗുഡ് ബൈ പറയണം. എന്നിട്ട് നമ്മൾ അടുത്ത ചിലപ്പോൾ പുതിയ ഒരു കാര്യമായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അത് ചെയ്യാം. പക്ഷെ ഇപ്പം അത് ആയിട്ടില്ല. ഐ തിങ്ക് ദർ ഇസ് മോർ ടു പീക്ക് ആൻഡ് മോർ തിങ്സ് ടു ഡു, ഗ്രേറ്റർ ഹൈറ്റ്സ് ടു റീച്ച്. എന്താണ് വിജയ് ബാബുവിൻ്റെ ഡെഫിനിഷൻ ഓഫ് സക്സസ്ഫുൾ? Yeah, when the world appreciates you on what you did. അത് നമുക്ക് കിട്ടുന്ന നമ്മൾ ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ഉപരി നമ്മൾ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് എനിക്ക് കിട്ടുന്നത്, എനിക്ക് അപ്രീസിയേഷൻ ഫ്രം ദ വേൾഡ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മോർ ദാൻ ഒരു അവാർഡ്. ഇപ്പം അതായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു അവാർഡെന്ന് പറയുന്നത് നമുക്ക് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഇത് തരുന്ന ഒരു ഇത് മാത്രമാണ്. പക്ഷെ അത് വേൾഡ് തരുമ്പോൾ അതാണ് എൻ്റെ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ വിജയ് ബാബുയുടെ ഫിലിംസ് അതിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്താലും ആക്ട് ചെയ്താലും ഒരു ഫിലിംസ് ഭയങ്കര ഒരു ഫീൽ ഗുഡാണ്. ഇപ്പോൾ ജൂൺ ആണെങ്കിൽ പോലും ഒരുപാട് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. നമുക്കത് ഭയങ്കര ഫീൽ ഗുഡാണ് കണ്ടിരിക്കുമ്പോൾ തന്നെ. അത് എത്ര ടൈം ടി വിയിൽ വന്നാൽ പോലും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ഹോം ആണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഇങ്ങനെ ഒരു സീൻസ് ഒക്കെ വരും. അർജുൻ അശോകന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനെ കുറച്ചുകൂടെ അത് ഗേൾസിന് റിലേറ്റബിൾ ആണ്. കമ്മിങ് ഓഫ് ഏജ്, അത് ഗേളിന്റെ കമ്മിങ് ഓഫ് ഏജ് തന്നെയാണ്. അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ജോജുവിന്റെ ക്യാരക്ടർ അച്ഛൻ എന്ന് പറയുന്ന അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കര, അതായത് ഒരു കാരണവർ വന്നിട്ട് പറയും ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ, നിങ്ങൾക്ക് മകനാണെങ്കിലും മകളാണെങ്കിലും ഒരുപോലെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഹമ്മദ് വളരെ രസമായിട്ട് അത് എഴുതിയിരുന്നു. അതാണ് ആ സ്ക്രിപ്റ്റ്. നമ്മൾ ആട് 2 കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പല ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അത് വലിയ ഹിറ്റായി, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സിനിമകളൊന്നും ചെയ്യേണ്ട കേട്ടോ, വലിയ സിനിമകൾ ചെയ്യാം, നമുക്ക് ഇങ്ങനെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആട് 2 കഴിഞ്ഞിട്ട്. പക്ഷേ എന്നെ എക്സൈറ്റ് ചെയ്തത് ജൂൺ എന്ന് പറയുന്ന സ്ക്രിപ്റ്റാണ്. അത് ആട് കഴിഞ്ഞിട്ട് കേട്ട സ്ക്രിപ്റ്റാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ ഫീൽ ഗുഡ് ഫിലിംസ് ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? ഫീൽ ഗുഡ് തിരഞ്ഞെടുത്തല്ല, അഹമ്മദ് എന്നെ കാണാൻ വന്നു. അഹമ്മദ് എന്നെ കാണാൻ വന്നിട്ട് 16 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയി. ഇത് സാർ 17ാമത്തെയാണ്, അപ്പം ഞാൻ എൻ്റെ ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു. അന്ന് തന്നെ ഞാൻ അമ്മ അഡ്വാൻസ് കൊടുത്തു. കാരണം എന്നെ അത് എക്സൈറ്റ് ചെയ്യിച്ചു. എന്നെ രജിഷ വിജയനാണ് വിളിച്ചിട്ട്, ചേട്ടാ ഞാനൊരു കഥ കേട്ടു, ഇതൊന്ന് ഞാൻ തന്നെയാണ് നായിക എന്ന് പറഞ്ഞാൽ മാറ്റി പറയരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തു വിട്ടത്. ഭയങ്കര സൂപ്പറായിട്ടാണ് രജിഷ വിജയൻ അതിൽ അഭിനയിച്ചിട്ട്. അതെ, അപ്പോൾ പുള്ളിക്കാരിക്ക് അത് കണക്റ്റായി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി എക്സൈറ്റഡ് ആയി. അപ്പം എനിക്ക് രജിഷന് മുമ്പേ അറിയാം. അപ്പം സെൻസിബിളാണ്. അപ്പം കൊടുത്തു വിടാൻ പറഞ്ഞു. ഞാൻ കേട്ടു. എനിക്ക് അപ്പം തന്നെ വർക്കായി. ഞാനത് അപ്പം തന്നെ അതിന് അഡ്വാൻസ് കൊടുത്തു. ആട് 1 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലി ഹിറ്റായിരുന്നു. പക്ഷെ ഒരു റെസ്പോൺസ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ആട് 2 1 ഹിറ്റായി. ഇനി ആട് 3 പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷ വെക്കുന്നത്? ഫാൻറ്റസി എന്ന് മാത്രമേ ഇപ്പോൾ പറയുള്ളൂ, കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. ലെറ്റ് ദ മൂവി സ്പീക്ക് ബൈ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പടക്കളത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് പടക്കളം എന്ന് പറഞ്ഞ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തവർ, അപ്പം അത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സുരാജും ചെറുപ്പനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. അതിലുള്ള 4 ബോയ്സ്, സന്ദീപിന്റെ സൂപ്പർ ക്യാരക്ടർ, അരുൺ പ്രദീപ്, അടുത്ത അരുൺ, പിന്നെ സാഫ് ബോയ്, നിരഞ്ജന, ഇവരെല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ്. നിരഞ്ജന എനിക്ക് തോന്നുന്നു കുറെ കാലത്തിന് ശേഷമാണ് കുറച്ചും കൂടി അങ്ങനത്തെ ഒരു റോൾ. നിരഞ്ജന ഫാമിലിയാണ്. നിരഞ്ജനെ നമ്മൾ മുദ്ദുകോവിൽ ലോഞ്ച് ചെയ്യാനിരുന്നതാണ്. മുദ്ദുകോവിലായിരുന്നു നിരഞ്ജന ആദ്യം നായിക, ബിപിൻ ദാസിൻ്റെ പടം. അന്ന് നിരഞ്ജന സ്കൂളിലായിരുന്നു. അപ്പോൾ അന്ന് എന്തോ എക്സാമോ കാര്യങ്ങളോ ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് നിരഞ്ജനയ്ക്ക് പുൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം പിന്നെ ഫാമിലിയായിട്ട് അന്നുണ്ടായിരുന്ന നിരഞ്ജന അല്ല, ഇപ്പം ഭയങ്കര ആളെ അങ്ങ് ചേഞ്ചായി. പിന്നെ ഡാൻസ് അതിലൊരു കോർ ഏരിയ ആയിരുന്നു. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് വി ഹാവ് ഇൻ. അപ്പോൾ ആ ഡാൻസ് വെച്ചിട്ട് ബാക്ക്വേർഡ്സ് നോക്കി അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ അരുണിനെ സെലക്ട് ചെയ്തത് മനുവാണ് ഓഡിഷനിൽ.
അപ്പോൾ എനിക്കിവരെ അറിയില്ല. അപ്പോൾ ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സാഫ് ബോയുടെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാഫ് കറക്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടിലും മനുവിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. രണ്ടുപേരും അസാധ്യമായിട്ടാണ് അവരുടെ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിലെ ഓരോ ക്യാരക്ടേഴ്സ് അത്രയേ ഉള്ളൂ. ക്യാരക്ടർ പൂജനെ എനിക്ക് പേഴ്സണലി അറിയില്ല. അങ്ങനെ പൂജനെ ആരോ സജസ്റ്റ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. അപ്പം പൂജ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് കണക്റ്റായി. ബിക്കോസ് ഗംഭീര ആക്ടേഴ്സാണ് അങ്ങനെ പൂജ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇവർ 4 ഈ ബോയ്സ്, നിരഞ്ജന, ഷറഫ്, ഇത് പൂജ, ഇത്രയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുള്ളൂ. അപ്പോൾ എല്ലാവരും അവരുടെ പാർട്ട് നല്ല ഗംഭീരമാക്കി നല്ലൊരു സിനിമ ചെയ്തു. ആടും അതുപോലെ അവരവരുടെ റോള് വ്യക്തമായിട്ട് അറിയാവുന്ന ആക്ടേഴ്സാണ് അതിനകത്തുള്ളത്. കൂടുതലൊന്നും എല്ലാവർക്കും അവരുടെ ക്യാരക്ടേഴ്സ് വ്യക്തമായിട്ട് അറിയാം. മാനറസും അറിയാം. മിഥുൻ്റെ ജോബ് വൃത്തിയായിട്ടറിയാം. നല്ലൊരു സിനിമയാവും എന്ന് മാത്രം പറയാം. ഫൺ ആൻഡ് ഫാൻറ്റസി ആയിരിക്കും. എന്താണ് അറ്റ് ലാസ്റ്റ് പ്രേക്ഷകരോട് പറയാനുള്ളത്? താങ്ക് യു വെരി മച്ച് ഫോർ ആക്സെപ്റ്റിംഗ് പടക്കളം, ഫോർ ഗിവിങ് us the confidence to make big budget Aadu 3, and thank you for supporting Friday Film Out irrespective of the cast, and whenever we come up with a new director, you trust. നിങ്ങൾ ഫ്രൈഡേനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഫ്രൈഡേയുടെ പടം വരുന്നുണ്ട്, അതിലെന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ച് ആ സിനിമ കാണാൻ കയറുന്ന പ്രേക്ഷകർക്ക് നന്ദി. വിജയ് ബാബു എന്നോട് എല്ലാ സൈൻ ഫയൽസിനും ഒരു വലിയ താങ്ക് യു പറയാനുണ്ട്. കാരണം ഒരുപാട് പുതുമുഖങ്ങളെ സ്വന്തം റിസ്കിൽ കൊണ്ടുവന്നു, അവർക്ക് കുറേ ഹിറ്റ് കൊടുത്തു, മലയാള ഫിലിമിൽ ഒരുപാട് കണ്ടൻസ് കൊടുത്ത ഒരാളാണ്. താങ്ക് യു സോ മച്ച്.